ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ബോഗെയിൻവില്ല പ്ലാന്റ് നമ്മൾ വാങ്ങിയാൽ അതെങ്ങനെ റീപോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മളൊരു 5 ഇഞ്ചിൻ്റെ ചട്ടിയാണ് അതിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ചെറിയ ചട്ടി മതി, ഈ ഒരു സൈസിലുള്ള ചട്ടിയാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഫോക്സ്റ്റൈൽ റെഡ് എന്ന ഈ ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം നമ്മൾ അല്പം മണ്ണെടുക്കണം. എന്നിട്ട് ഉമി കയ്യിലുള്ളവർ ഉമി ചേർക്കുക. ഉമി ഓപ്ഷണലാണ്, കയ്യിലുള്ളവർ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ ചകിരിച്ചോറ് അധികം ചേർക്കരുത്, വളരെ കുറച്ചാണ് ചകിരിച്ചോറ് ചേർക്കാവൂ. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ റീപോർട്ട് ചെയ്യുന്നത്. ഒരു പ്ലാന്റ് വാങ്ങി ഉടനെ റീപോർട്ട് ചെയ്യുമ്പോഴുള്ള പോട്ടി മിക്സ് ആണ് ഞാൻ പറയുന്നത്. ചകിരിച്ചോറ് നമ്മുടെ മണ്ണ് വേറെ നിൽക്കാൻ വേണ്ടിയും നീർവാർച്ച ഉണ്ടാവാൻ വേണ്ടിയും മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. വളരെ കുറച്ച് ചേർത്താൽ മതി. മണ്ണ് തന്നെയാണ്, നോർമൽ റെഡ് സോയിലാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഉമിയും നീർവാർച്ചയ്ക്ക് സഹായിക്കും. വേറെ ഫെർട്ടിലൈസർ ഒന്നും ആദ്യഘട്ടത്തിൽ ചേർക്കേണ്ടതില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പ്ലാന്റിന്റെ കവറ് വളരെ ശ്രദ്ധയോടെ, വേരുകളൊന്നും ഡാമേജ് ആവാതെ, ഈ സോയില് പൊട്ടാത്ത രീതിയിൽ വളരെ പതിയെ വേണം നമ്മൾ പ്ലാന്റിന്റെ കവറ് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കീറി പോട്ടിലേക്ക് വെക്കാൻ. അതിനുശേഷം ഈ സോയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു ചട്ടിയിലേക്ക് വളരെ കുറച്ച് സോയിൽ മതിയാവും. അതിനുശേഷം നന്നായി നനച്ചു കൊടുക്കണം. ഇനി ഈ ഒരു 1-2 മാസത്തിന് ശേഷം ഈ ഒരു ചട്ടിയിലേക്കൊക്കെ നന്നായി വേരിറങ്ങിയതിന് ശേഷം ഒരു 8 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ബോഗെയിൻവില്ല റീപോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ വലിയ ചട്ടി 8 ഇഞ്ചിൻ്റെയോ അതിന് മുകളിലുള്ള ചട്ടി എടുത്ത് റീപോർട്ട് ചെയ്താൽ ഒരുപാട് മണ്ണ് വേണ്ടി വരും. അപ്പോൾ ഒരുപാട് വെള്ളവും അതിൽ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മുടെ ചെറിയ പ്ലാന്റ് ആവുമ്പോൾ അതിൻ്റെ വേരുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്ര പോകുന്ന ഒരു ചട്ടിയിൽ